ആശാവർക്കർമാരുടെ കാര്യമുന്നയിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്ന് കേരളത്തിന്റെ ദില്ലി പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ്. എയിംസ് ആവശ്യം കേന്ദ്ര ആരോഗ്യ ജോയിന്റ് സെക്രട്ടറി അങ്കിത മിശ്രയുമായി ചർച്ച നടത്തി. ഏപ്രിൽ 4 ശേഷം കേന്ദ്ര സംഘം എത്തുമെന്നും കോഴിക്കോട് നിലവിൽ കണ്ടെത്തിയ സ്ഥലം സന്ദർശിക്കുമെന്നും കെ.വി. തോമസ് പറഞ്ഞു. എന്നെ ഏൽപ്പിക്കുന്ന വിഷയമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരോടും. ഇത് എന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് അന്ന് പറഞ്ഞപ്പോഴും ഞാനിത് തന്നെ പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞ കണക്കറിയത്തില്ല ബബ്ബ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാലേ ചെയ്യാൻ പറ്റും. ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അങ്കിതയാണ്. അവർ ആശയല്ല കൈകാര്യം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ സെക്രട്ടറിമാരുണ്ട്. പിന്നെ എന്നെ വിളിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നു അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയിംസിനെ കുറിച്ചാണ്. ഒരാൾ കൈകാര്യം ചെയ്യാത്ത വിഷയത്തെ ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ജോയ്സ് ഡാനിയലുണ്ട് വിവരങ്ങളുമായി. ജോയ്സ്, ഇപ്പോൾ ആശാ വിഷയം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ ഇടപെടാതിരുന്നത് എന്ന് വ്യക്തമായി പറയുകയല്ലേ കെ.വി. തോമസ്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ആശാ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചുമതലപ്പെടുത്താത്ത ഒരു വിഷയത്തിൽ താൻ എങ്ങനെയാണ് കേന്ദ്രവുമായി ചർച്ച നടത്തേണ്ടത് എന്ന ചോദ്യമാണ് കെ.വി. തോമസ് വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായി ഒരു ചർച്ച കെ.വി. തോമസ് നടത്തിയിരുന്നു. അത് പ്രധാനമായും എയിംസ് ആയിരുന്നു അതിൽ ചർച്ചാ വിഷയം. എയിംസുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ദീർഘനാളായ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്രം നീക്കങ്ങൾ തുടങ്ങി എന്ന് വേണം കരുതാനായി. അത്തരത്തിലാണ് കേന്ദ്രത്തിന്റെ പ്രത്യേക സംഘം, എയിംസുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘം കേരളത്തിലേക്ക് വരുന്നു. ഈ പാർലമെന്റ് സെക്ഷന് ശേഷമായിരിക്കും അവർ കേരളത്തിലേക്ക് എത്തുക എന്നുകൂടി കെ.വി. തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവരെത്തുമ്പോൾ കോഴിക്കോട് നിലവിൽ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അത് സന്ദർശിച്ചേക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്ന സമയത്ത് ആശാ വർക്കർമാരുടെ വിഷയം ഉന്നയിച്ചൂടെ എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചത്. അതിന് മറുപടിയായി പറഞ്ഞത് ഈ വിഷയത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചുമതലപ്പെടുത്താത്തൊരു വിഷയത്തിൽ താൻ എങ്ങനെയാണ് ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം മറുചോദ്യമായി മാധ്യമങ്ങളോട് ചോദിച്ചത്. അതിന്റെ അർത്ഥം ഈ വിഷയത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോലും കെ.വി. തോമസിനെ നിശ്ചയിച്ചിട്ടില്ല. അത് കേരളവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും എയിംസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. കോഴിക്കോടെത്തി സ്ഥലം സന്ദർശിച്ചേക്കും എന്നതാണ്. അനുകൂല നിലപാടുമായാണ് എയിംസിൽ അനുകൂല നിലപാടുമായാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ശരി, ജോസ് ഡാനിലാണ് വിവരങ്ങൾ നൽകിയത്.